ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും റാവൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായോ? ഇതൊരു ചക്കക്കുരു ഫ്രൈ ആണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു ഫ്രൈ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ചക്കക്കുരു ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട്. അപ്പം വലിയ തീരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ട. ഒരു ചക്കക്കുരു ഒരു നാലായിട്ടൊക്കെ ഒന്ന് കീറി എടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം അത് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഈ വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ നല്ലതുപോലെ വേവണം, പക്ഷേ വെന്തുടഞ്ഞു പോവല്ലേ. അപ്പോൾ ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചക്കക്കുരു ഞാൻ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഒട്ടും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുരട്ടാനായിട്ട് ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ ആ മസാല തയ്യാറാക്കുന്നതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സ്വല്പം ഗരം മസാലപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒരു സ്വല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഈ ചക്കക്കുരുവിനകത്ത് ഇതൊന്ന് നല്ലതുപോലെ പരട്ടിയെടുക്കാം, ഈ അരപ്പ്. അതിനുശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ മസാലയെല്ലാം നല്ലതുപോലെ നമ്മുടെ ചക്കക്കുരുവിനകത്ത് പരട്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്നും തോനെ ഒടിച്ച് കുഴയ്ക്കരുത്. ഇതുപോലെ കുഴയ്ക്കുമ്പോൾ ഇത് ഉടഞ്ഞു പോകാതെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുശേഷം ശകലിച്ചേ വെള്ളം ചേർത്തതിന് ശേഷം ഞാനിത് നല്ലതുപോലെ ഒന്ന് ഈ അരപ്പ് ഇതിലേക്ക് ഒന്ന് പരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് ഇത് അതിലേക്കിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പം ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ ഈ മസാല വരട്ടി വെച്ചിരിക്കുന്ന ചക്കക്കുരുകൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചക്കക്കുരു ഏകദേശം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് കോരിയിടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് കോരിയിട്ടപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുരു ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സാധനം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.